തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിശദമായ ചർച്ചയാണ് ഇന്നലെയും സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന ആവശ്യമടക്കം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും മുഖ്യമന്ത്രിയും മറുപടി പറയും. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുദ്ദീൻ ചേരുകയാണ്. സെയ്ഫ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ഭരണവിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമായത് എന്ന തലത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമർശനങ്ങൾക്ക് എന്താകും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി പറയുക എന്ന് തന്നെയാണല്ലേ ഇന്ന് ഉറ്റുനോക്കുന്നത്? അതെ ദിവ്യ, മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. കാരണം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ സമീപകാലത്തൊന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിനെതിരെ, വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനം ഉയർന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരുത്താൻ എന്തൊക്കെയോ ഉണ്ട് എന്ന ബോധ്യം പാർട്ടി നേതാക്കന്മാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട വിമർശനം ചില അംഗങ്ങൾ ഇന്നലെ ഉന്നയിച്ചത്. മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന നിലപാട് അത് ജനങ്ങൾ അംഗീകരിക്കില്ല. അത്തരത്തിലുള്ള നടപടികൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകണം എന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നലെ ഉയർന്നു വന്നിരുന്നു. ധനവകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും അതുപോലെ തന്നെ സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി സാമ്പത്തിക നൽകാത്തതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ധനവകുപ്പിനെതിരെ വിമർശനം ഉയർന്നത്. കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ജനങ്ങൾ അത് പൂർണ്ണമായി അംഗീകരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി വ്യക്തമായി എന്ന് ചില അംഗങ്ങൾ പറയുകയുണ്ടായി. പിന്നീടുള്ളത് പാർട്ടി വോട്ടുകളിലെ ചോർച്ചയാണ്. ഈഴവ വോട്ടുകളാണ് CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത്. അത് ആലപ്പുഴ, അതുപോലെ തന്നെ വടകര, കണ്ണൂർ അടക്കം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വലിയ ചോർച്ചയുണ്ടായി. അത് വിശദമായി തന്നെ പരിശോധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അടിയന്തരമായി തിരുത്തൽ വേണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടും എന്ന അഭിപ്രായം ഉയർന്നു വന്നു. മൊത്തത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടും പാർട്ടി തലത്തിലും വലിയ തിരുത്തലുകൾ വേണം എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗരേഖ തയ്യാറാക്കാൻ വേണ്ടിയുള്ള തീരുമാനം 2 ദിവസം മുമ്പ് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരുന്നു. എന്നാൽ മാർഗരേഖ എങ്ങനെ വേണം എന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് എങ്ങനെ തിരുത്തൽ വേണം എന്നത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അത് വീടാന്തരം കയറി ജനങ്ങളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണോ, അതോ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയിലുള്ള മാറ്റമാണോ വേണ്ടത്? അതിന് മാർഗരേഖ വേണോ, അല്ലെങ്കിൽ പാർട്ടി തീരുമാനപ്രകാരം അത് നടപ്പാക്കണോ? ഈ കാര്യങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തായാലും രാവിലെ തീരുമാനമെടുക്കുകയും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അത് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. 2 പ്രധാനപ്പെട്ട മറുപടികളാണുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി തനിക്കും സർക്കാരിനുമെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. മുഖ്യമന്ത്രിയുടെ മറുപടി എങ്ങനെയാണ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിയുടെ കാരണമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് മുഖ്യമന്ത്രി. അതിന് വിരുദ്ധമായ ചർച്ചകളാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നടന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അത് അംഗീകരിച്ചുകൊണ്ട്, വിമർശനങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള മറുപടി ഉണ്ടാകുമോ, അതോ വിമർശനങ്ങളെ സാധാരണഗതിയിൽ തള്ളിക്കളയുന്ന പോലെ മുഖ്യമന്ത്രി തള്ളിക്കളയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നീട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വികാരങ്ങൾ, വിമർശനങ്ങൾ, അതിന് സംസ്ഥാന സെക്രട്ടറിയായി എം.വി. ഗോവിന്ദനും മറുപടി നൽകി. എന്നാൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഇന്ന് ഉച്ചയോടുകൂടിയോ വൈകുന്നേരത്തോടു കൂടിയോ പാർട്ടി നേതൃയോഗങ്ങൾ അവസാനിക്കും. വേഗത്തിൽ തന്നെ തിരുത്തൽ നടപടികൾക്ക് പോകാൻ വേണ്ടി ആ തീരുമാനം ഉടനെ എടുത്ത് വരും ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് കീഴ്ഘടകങ്ങളിലേക്ക് അത് കൊണ്ടുപോയി തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെ വേണം എന്ന് ഇന്ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളായിരിക്കും അന്തിമ ധാരണ ഉണ്ടാവുക. ദിവ്യ, തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തലിന് തയ്യാറെടുക്കുകയാണ് CPM. ഇന്ന് തിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതോടൊപ്പം തന്നെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനും മറുപടി പറയുകയും ചെയ്യും. സെയ്ഫ് സൈനുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.